നമ്മ എങ്ങോട്ടാ പോവാ മോളെ പോവാ അതെ നമ്മ ഇപ്പൊ കറന്റിലുള്ളത് ലൈറ്റ് ഷോപ്പ് ആൻഡ് ലൈറ്റ് മനസ്സിലായിട്ടില്ലേ? ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതെ ലൈറ്റ്സ് ഷോപ്പ് ആൻഡ് ഓഫ് ചെയ്യുന്ന 6:10 എടുത്ത് നേരെ ഏതൊരു സ്ഥലത്ത് പോയിട്ട് ഇറങ്ങും. കുടുംബത്തിരിക്കേണ്ട സമയത്ത് ഗായ്സ് നിങ്ങൾ ആലോചിക്കണം, കുടുംബത്ത് ചോറും കറിയും വെച്ചിരിക്കേണ്ട സമയത്ത് ഇവൻ എന്നെ കൊണ്ടുപോകുന്നത് ഏതൊരു ഭാഗത്ത് തുഴയാനായിട്ട്. നമുക്ക് എന്തായാലും വരും വിശേഷങ്ങൾ കണ്ടറിയാം, കാണിച്ചു തരാം. വില്ലൻ സീറ്റ് പിടിച്ചു ഗൈസ്. എന്നാൽ നമുക്ക് പോകേണ്ടത് കണ്ട ലൈറ്റ്സ് ഷോപ്പ് ആൻഡ് ഓഫ് ചെയ്യുന്ന കാണാൻ പറ്റണല്ലോ. കോപ്രോ പൊറോട്ട ഷെയ്ക്ക് നമുക്ക് വാങ്ങാടാ. അത് ലൈറ്റ്സ് ഷോപ്പ് ആൻഡ് ഓഫ് ചെയ്യുന്ന കളാവും എന്തിട്ടാണാവും അവിടേക്ക് പോവാം. അവിടെ നിന്ന് നേരെ ഒരു 2 മിനിറ്റ് ട്രാൻസ്ഫറിൽ നമുക്ക് ജൂബനാവ് എന്ന് പറഞ്ഞ സ്ഥലം, അവിടെയാണ് സ്പ്രീ വേൾഡ്. എന്തായാലും അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. പിള്ളേരൊക്കെ റീലിന് അഡിക്റ്റ് ആയി. എന്ത് ചെയ്യാനാ, ലോകം പോണ പോക്കി. DB വീണ്ടും പറ്റിച്ചു, മൂഞ്ചി തൊരിഞ്ഞിരിക്കുകയാണ്. എത്തിയാ പറയാൻ എത്തിന്ന് സ്ഥലം കാണിച്ചരാട്ടോ. ഭാഗ്യം ട്രെയിനിപ്പെടുക്കും കൈസ്, ട്രെയിനിപ്പെടുക്കും. നമ്മ പെട്ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ മിസ്സായിട്ട് നടക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് കേട്ടോ. അതും 1 മണിക്കൂർ ഡിലേ. അതെ, ഇമാതിരി പട്ടിക്കാട്ടിലൊക്കെ വരുമ്പോൾ തിന്നാനെടുക്കണം, അല്ലെങ്കിൽ മൂഞ്ചിരിക്കും. അതെ, പട്ടിണിക്ക് വിശന്നിരിക്കേണ്ടി വരും. കാലത്തിറങ്ങിയതാ. എനിക്ക് ചെറുതായിട്ട് നീരൂച്ച പിടിച്ചു പോകുന്ന സംശയമുണ്ട് കേട്ടോ. അങ്ങനെയല്ലേ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം ചേച്ചി. ഈ ശവം കാരണമാണ് ഞാനിപ്പോൾ പെട്ട് കിടക്കുന്നത്, അല്ലെങ്കിൽ ഉച്ച ഭക്ഷണം കഴിച്ച് ഒരു മയക്കം കഴിയേണ്ട സമയം കഴിഞ്ഞു കറൈസ്. അതെ, ഞാൻ ഈ റോഡൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഈ റോഡ് നോക്കി, എൻ്റെ പൊന്നെ കിടന്നുറങ്ങും മനുഷ്യന്മാരില്ല. ഇതങ്ങ് നോക്കൂ, ദൂരെ നിന്നൊരു സ്കൂട്ടർ. എന്ത് വിജനമായ സ്ഥലമാണ് നോക്കി. വല്ലപ്പോഴും ഓരോ കാറുകൾ, അത്ര വല്ലപ്പോഴും 2 മനുഷ്യർ. അതെ, എത്ര മിനിറ്റ് ഉണ്ട് ഇപ്പോൾ? 10 മിനിറ്റിനുള്ളിൽ എത്തുന്നതാണ് കാണിക്കണേ. ബാക്കിയുണ്ടെങ്കിൽ എത്തും. സ്ഥലം കാണിച്ചു തരാം. നമുക്കതിൻ്റെ ഇടയിൽ വിസ്നക്കാരനെ ഒരു ടോണർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഇപ്പം ജർമ്മൻകാരില്ലേ, ജർമ്മനിയിൽ വന്നിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം ഈ സാധനം കേട്ടോ. പിന്നെ ഏതാ സാധനം? പുറത്തിറങ്ങിയാൽ കഴിക്കാൻ പറ്റിയ സാധനം. വില തുച്ഛം, ഗുണം മെച്ചം. ഈ കാണുന്ന തോട്ടി കൂടിയാണ് കേട്ടോ. നമുക്ക് ബോട്ട് കിട്ടുകയാണെങ്കിൽ ഓടിക്കാൻ പോകണേ. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. നേരെ ചെല്ലുമ്പോൾ ക്യാസിൽ കാണുന്ന പറഞ്ഞ് അതേ തന്നെയാണ് പിള്ളേര്. എനിക്കാണ് ഇതിനേലും കാലം നമ്മ ഇത് മേടിച്ചിട്ട് വരാതാണ്. ഇവിടെ ഇറക്കിയാ പോരെ. എന്ത് ലൈസൻസ്? അവരുടെ സാധനമായിരിക്കും. എടി ഇവിടെ ആകെ 1 മീറ്ററിൻ്റെ അടിക്ക് താഴ്ചയുള്ളൂ. 1 മീറ്റർ ഇല്ല. ഇവിടെ വന്നിട്ടാ എൻ്റെ ആണെന്ന് തോന്നുന്നു.
നമുക്ക് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരെണ്ണത്തിൽ വേറെ അപ്പുറത്ത് വന്നിട്ട് അങ്ങോട്ടേക്ക് പോയിട്ട് അല്ല ഇവിടെ പിന്നെ അത് അത് കയറാൻ പറ്റുമോ നോക്കാം ആദ്യം. ആ അതെ ആൾക്കാർ വേണം. അവിടെ ഇഷ്ടം പോലെ പേരുണ്ടല്ലോ. ഓക്കെ ഓക്കെ. അവിടെ ബോട്ട് കാണുന്നുണ്ട്, കിട്ടുമോന്ന് അറിയില്ല, നോക്കി നോക്കാൻ പോയിട്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്നിട്ട് പറയണേ ബോട്ട് കിട്ടുമോ? ഒരു പ്രതീക്ഷയില്ല കേട്ടോ. നമുക്ക് എന്തായാലും കിട്ടുമോ നോക്കിയിട്ട് വരാം. നടന്ന് തീർച്ചു. സ്പ്രീ വാൾഡിലൊക്കെ വരികയാണെങ്കിൽ നേരത്തെ വന്നോളട്ടോ, അല്ലെങ്കിൽ ഇതുപോലെ പെട്ടിരിക്കും. നടക്കാം. അയ്യോ നമുക്ക് ഈ വഴി നടന്നു വരാട്ടോ. ഇതുവഴി നടന്നു വരാൻ പറ്റില്ല, ഇത് ദ്വീപാണ്. ആന കുതിര പോലെയൊക്കെ തോന്നും, പക്ഷേ വെറും ഒരു തൂട്ടിക്കൂടെ ഓടിക്കണതാണ്. ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അവിടെ. ആ അവിടുത്തെ ആ സാധനം പെടയെന്ന് പറയണ്ടായി, കുക്കുംബർ €1. അതാ പെണ്ണ് ട്രൈ ചെയ്തിട്ടുണ്ടോ, മൂഞ്ചിപ്പോയിണ്ടോ, പിന്നെ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇത് ഓരോരുത്തരുടെ വീടാണെന്നൊക്കെ പരിചയപ്പെടുത്തിയിരുന്നാണോ. തോട്ടിലിരുന്ന് ചായ കുടിക്കുക. ഇങ്ങനെ പറയാ. ഇവിടെ ഓപ്പണിങ് ഇറങ്ങായിരുന്നു. കള്ളന്മാര് രണ്ട് തോട്ടിക്കൂടെ ബോട്ട് കൊടുത്തിട്ട് പൈസ മേടിക്കുക. അതിൻ്റെ ഇടയിൽ വീലും പിടിക്കണ്ട. ഒരു വെട്ടല് പോലും ഇല്ല. അച്ഛന്മാരെ അങ്ങനെ നമ്മുടെ സ്റ്റീൽ വാൾട്ടിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. സംഭവം അത്ര വലിയ കാര്യമൊന്നും പറയാനില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കയാക്കിൻ്റെ സംഭവം എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ബോട്ട് ഓടിക്കുക എന്നുള്ളൊരു സ്കീം മാത്രമേ ഉള്ളൂ. അതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൈസ കുറവ്, ഏകദേശം €7 സംതിങ് ഉള്ളൂ. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോട്ടിങ്ങിന് എനിക്ക് തോന്നണം ഒരാൾക്ക് €15. €15 വെറുതെ ഒരു തോട്ടിലിരുന്ന് ഒരു ബോട്ട് ഓടിക്കുന്നു, ഒരു വഞ്ചിയിൽ ഓടിച്ച് ഇരുന്ന് പോണ്, അതിനുള്ളൊരു സ്കീമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വഞ്ചിയുടെ പരിപാടി എടുക്കരുത്. അതിന് പകരം നമ്മൾ കയാക്കിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു എക്സസൈസൊക്കെയാണ്, പിന്നെ കുറച്ചും കൂടി ഒരു എൻ്റർടൈൻമെൻറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയ്ക്കുള്ള ഈ ഒരു വീഡിയോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ കാണാം. ശരി എന്നാൽ.